അയ്യോ എന്താടി നീ അന്തം വിട്ട് നോക്കിക്കൊണ്ടിരിക്കണം? നിനക്ക് എന്നെ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടില്ലേ? അയ്യോ രമേശ് ചേട്ടന്റെ ചേച്ചി രേവതി ചേച്ചി ഇവരെന്തിനിപ്പൊ എഴുന്നള്ളിയത്? ആ രേവതി ചേച്ചി, വാ ചേച്ചി. ഞാൻ ഇന്നലെയും കൂടെ ഇവിടെ രമേശ് ചേട്ടനോട് പറഞ്ഞതേ ഉള്ളു ചേച്ചിയെ കണ്ടില്ലല്ലോ എന്ന്. ഞാൻ ആഗ്രഹിച്ചിരിക്കായിരുന്നു ചേച്ചിയെ കാണാൻ. എന്റെ പിള്ള എവിടെ? അവ അങ്ങ് പഠിക്കല്ലേ ചേച്ചി? അവൻ പഠിക്കണ ഈ പ്രായത്തിൽ അവൻ എന്തിനു പഠിക്കാനായിട്ട്? ഞാൻ അറിഞ്ഞില്ലല്ലോ. എന്റെ മോനല്ലേ ചോദിച്ചേ? നിന്റെ ചെറുക്കനല്ല ഞാൻ ചോദിച്ചത്. ആ ചെറുക്കനെ ഞാൻ ചോദിക്കേണ്ട ആവശ്യമല്ല. എന്റെ പിള്ള എവിടെ? എന്റെ അനിയെ. 50 വയസ്സായി. അര പിള്ള ഇപ്പഴും പിള്ള. എന്താടി പിറു കൊടുക്കണത്? ഓ രമേശ് ചേട്ടനാ? അതവിടെ എവിടെയെങ്കിലും തെണ്ടിക്കൊണ്ട് നടപ്പുണ്ട്. നീ എന്തോന്ന് പറഞ്ഞ? അല്ല, അത് അവിടെ എവിടെയെങ്കിലും ജോലി തേടി നടപ്പുണ്ടെന്നാണ് ചേച്ചി ഞാൻ പറഞ്ഞത്. ഇതുവരെ ജോലിയൊന്നും ആയില്ലേ? ഇല്ല ചേച്ചി, ഒന്നും ആയില്ല. അതൊന്നും എനിക്കറിയേണ്ട ആവശ്യമില്ല. 2 മാസം മുമ്പ് അവ എന്റെ വന്ന് 50,000 രൂപ വാങ്ങിച്ചോണ്ട് പോയി. 2 മാസത്തിനകം തരാന്ന് പറഞ്ഞ് വാങ്ങിച്ചത് മാസം 8 ആയി. എനിക്കതിപ്പോ അത്യാവശ്യമാണ്. അത് ചോദിക്കാനാണ് ഞാൻ ഇപ്പൊ വന്നത്. വാ ചേച്ചി ഇരിക്ക്. നീ എന്നെ ഇരുത്താനൊന്നും നോക്കണ്ട. ഞാൻ പറയാം, രമേശ് ചേട്ടനോട് പറയാം ചേച്ചി. ശരി. മൂർഖനെയാണല്ലോ ചവിട്ടിയത്. നീ നിന്റെ മോനെയൊക്കെ ഇത്രയും ദൂരെയൊക്കെ വിട്ട് പഠിപ്പിക്കണേ എന്തിന്? ആവശ്യത്തിനുള്ള പഠിത്തങ്ങൾ പോരെ? അല്ല, അവൻ നല്ലവണ്ണം പഠിക്കുമല്ലോ ചേച്ചി. +2 കഴിഞ്ഞതിന് ശേഷം കടയിൽ വല്ലതും പറഞ്ഞു വിട്ടിരുന്നെങ്കിൽ ഇപ്പൊ കടയിൽ നിൽക്കണവർക്ക് 10-25,000 രൂപ ശമ്പളമുണ്ട്. പഠിക്കുന്ന കുട്ടിയെ എങ്ങനെയാ പഠിപ്പിക്കാതിരിക്കണേ? ഇത് എന്റെ പിള്ളയെ കഷ്ടപ്പെടുത്താൻ വേണ്ടിയിട്ട് ചെറുക്കൻ കിടന്ന് കഷ്ടപ്പെടുന്ന പൈസ എല്ലാം പഠിത്തം അതുതെന്ന് പറഞ്ഞ് പോവുകയാണ്. ചേച്ചിയുടെ മോൻ സപ്ലി ഒക്കെ എഴുതിയെടുത്തായിരുന്ന? അതിനവനത് സപ്ലി അല്ല, അവൻ ആ പരീക്ഷ എഴുതാൻ പറ്റാത്തതാണ്. അവൻ പ്രോജക്റ്റിന് വേണ്ടി പോയപ്പോഴത്തേക്കാണ്. അവനാണ് അപ്പോഴാണ് കോളേജുകാർ പരീക്ഷ കൊണ്ട് വെച്ചിരിക്കുന്നത്. കോളേജുകാരുടെ ഒരു അവർക്ക് എന്നോട് അസൂയ. അസൂയ തന്നെ. ഒരു വക പഠിക്കൂല ചെറുക്കൻ, സപ്ലി അടിച്ച് കിടക്കുകയാണ്. എന്നിട്ടാണ് എന്റെ മോനെ പഠിപ്പിക്കുന്ന കാര്യം പറയാൻ വന്നിരിക്കുന്നത്. കൊള്ളത്തള്ള. നീ അങ്ങ് തടിച്ചു കൊഴുത്തിരിക്കണല്ലോടി. അവന്റെ പൈസ എല്ലാം നീ തിന്ന് തീർക്കാനെന്ന് തോന്നുന്നു. തള്ളേ, ഞാൻ ഇന്ന് കൊല്ലും. തടിച്ചു കൊഴുത്ത് വെളുത്തൊക്കെ ഇരിക്കണല്ലോ. എപ്പോഴും ബ്യൂട്ടി പാർലർ തന്നെ. അങ്ങനെ പറയല്ലേ ചേച്ചി. എനിക്ക് ബ്യൂട്ടീഷ്യനിൽ പോവേണ്ട ഒരു ആവശ്യവുമില്ല. നമ്മൾ പാരമ്പര്യമായിട്ട് ഇത്തിരി വൃത്തിയും കോലമൊക്കെ ഉള്ള ആൾക്കാർ തന്നെ. ബ്യൂട്ടീഷ്യന്റെ ആവശ്യമൊന്നും എനിക്കില്ല. എന്തൊക്കെ പറഞ്ഞാലും ഇനി എനിക്ക് പൈസ ഒന്നും ചുമ്മാ തരാനില്ല. എന്റെ പൈസ കൊണ്ട് തരാൻ പറയണം കേട്ടല്ലോ. രമേശ് ചേട്ടന് ചേച്ചിയുടെ നല്ല സ്വഭാവം ഒന്നും കിട്ടിയിട്ടില്ല ചേച്ചി. ചേച്ചി എന്ത് നല്ല സ്വഭാവം. പിന്നെ ചേച്ചിയുടെ ഈ സൗന്ദര്യം. സീലിംഗ് ബ്യൂട്ടി അന്ന് തന്നെ എല്ലാരും വിളിച്ചിരുന്നത്. കൊടുവേലി കുടുംബത്തില് ഇത്രയും സൗന്ദര്യമുള്ള ആൾക്കാർ ഞാൻ കണ്ടിട്ടേ ഇല്ല. പാരമ്പര്യമായിട്ട് എന്റെ അമ്മയുടെ സൗന്ദര്യം എനിക്കാണ് കിട്ടിയിരിക്കുന്നത്. ചേച്ചി അവിടുന്ന് ഇങ്ങനെ എഴുന്നള്ളി വന്നപ്പോ ദേവി എഴുന്നള്ളുന്നത് പോലെ തോന്നി എനിക്ക്. നീ അല്ലെങ്കിലും സ്നേഹമുള്ളവളാണ്. എന്ത് സ്വീത്വം വിളങ്ങുന്ന മുഖമാണ് ചേച്ചിക്ക് എന്നൊക്കെ പറയണെങ്കിലേ കണ്ണുപൊട്ടനായിരിക്കണം കാണുന്നവൻ. ചേച്ചിക്ക് ഈ ആഭരണമൊക്കെ ഇട്ടാലും കൊള്ളാം. ഇതൊന്നും ഇട്ടില്ലെങ്കിലും നല്ലത്. ആഭരണത്തിന്റെ ഒന്നും ആവശ്യമില്ല. സ്കൂളിൽ പഠിക്കുമ്പോ ഡാൻസിനും പാട്ടിനും ഒക്കെ ഞാൻ മിടുക്കിയായിരുന്നു. ഈ തളയുടെ കയ്യിൽ കുറെ ആഭരണങ്ങൾ കിടപ്പുണ്ട്. എങ്ങനെയെങ്കിലും ഒന്ന് അടിച്ചു മാറ്റണം. എനിക്കും ആഗ്രഹമുണ്ട് ചേച്ചി ഇതുപോലെയൊക്കെ ഒരു വളയൊക്കെ ഇടണമെന്ന്. നിനക്കെന്ത് 2 ദിവസം ഇടാൻ വേണ്ടിട്ട് ഈ വള വേണോ? അല്ല വേണ്ട, അങ്ങനെ പറഞ്ഞതല്ല. 2 ദിവസം ഇട്ടിട്ട്. അയ്യോ വേണ്ട, 2 ദിവസം ഇട്ടിട്ട് തന്നാ മതി. ഈശ്വര, ഇവിടെ ആരില്ലല്ലോ ഇതൊന്ന് പറഞ്ഞു ചിരിക്കാനായി. ഇതെന്തും മറിമായും. ചേച്ചിക്ക് ഭയങ്കര ഉദാര മനസ്സാണ്. 2 ദിവസം ഇട്ടിട്ട് ഇനി തരണം. ഇനി ഇത് കിട്ടിയത് തന്നെ. ശരി, എനിക്ക് ഇരിക്കാൻ സമയമില്ല. എനിക്ക് ബാങ്ക് വരെ ഒന്ന് പോണം. ഞാൻ രമേശ് ചേട്ടൻ വരുമ്പോ പറയാം ചേച്ചി. ശരി, 2 ദിവസം ഇട്ടിട്ട് ആ വളഞ്ഞ് തരണം. ഇപ്പൊ കൊടുത്തത് തന്നെ. ശരി ചേച്ചി. ശരി ചേച്ചി, എന്നാ പോയിട്ടോ. ശരി, ഞാൻ ഇറങ്ങാം. മല പോലെ വന്നവര് എലിയെ പോലൊരു വള തന്നത് കണ്ട. ഈ മാധുവിനോടാണ് കളി. രമേശ് ചേട്ടനോടൊന്ന് വിളിച്ചു പറയാം. ഹലോ, രമേശ് ചേട്ടാ, നിങ്ങൾ ചേച്ചി ഇവിടെ വന്നേട്ടാ. നിങ്ങൾ അന്ന് വാങ്ങിച്ചില്ലേ 50,000 രൂപ? അത് തിരിച്ചു കൊടുക്കാൻ പറയാൻ വന്നതാ. നിങ്ങൾ അവിടെ ആ കടവരാന്തയിൽ വല്ല ഇരിപ്പുണ്ടെങ്കിൽ അവിടെ നിന്ന് എഴിച്ച് മാറി ഇവർ അങ്ങോട്ട് വരുമ്പോ കാണും. എഴിച്ച് മാറിക്കോ. പിന്നെ ഒരു ഗുഡ് ന്യൂസ്, ഞാൻ അവരെ കയ്യിൽ നിന്ന് ഒരു വള അടിച്ചു മാറ്റിയിട്ടുണ്ട്. 2 ദിവസം ഇടാനെന്ന് പറഞ്ഞ് വാങ്ങിച്ചതാണ്. ഇത് നമുക്ക് ഏത് ബാങ്കിൽ വെക്കണം? കോപ്പറേറ്റീവ് ബാങ്കിൽ വെക്കണോ അതാ പ്രൈവറ്റ് ബാങ്കിൽ വെച്ചാൽ മതിയാ? പ്രൈവറ്റ് ബാങ്കിലാകുമ്പോ പലിശ കൂടുതൽ, നമുക്ക് പൈസ കൂടുതൽ കിട്ടും. നമ്മൾ എടുക്കാൻ പോണില്ലല്ലോ. ഏത് ബാങ്കിൽ വെക്കണം ചേട്ടാ? ഈ കള്ളി. അപ്പൊ നിനക്ക് ഇതായിരുന്നല്ലേ പരിപാടി? എന്റെ വള കള്ളി. ഭാര്യയും ഭർത്താവും കൊള്ളാം. എന്റെ വള ഇത് ഞാൻ തരൂല ചേച്ചി. ചേച്ചി ബാങ്കിൽ പോയി എടുത്തോ. എടി കള്ളി, അവിടെ നില്ലടി. നിക്കൂല ചേച്ചി. ചേച്ചിക്ക് ഇത് വേണമെങ്കിലേ ബാങ്കിൽ പോയി എടുത്തോ. ഞാൻ ബാങ്കിൽ പോകണം. എന്റെ പണി
ഉണ്ണിയമ്മേ കുടുംബിയെ ഞാൻ പിടിച്ചു. ഉണ്ണിയമ്മേ കുടുംബിയെ ഞാൻ പിടിച്ചു. രമേശ് എടാ രമേശ, നീ വാങ്ങിക്കൊണ്ടു പോയ പൈസയും അതുപോലെ നിന്റെ ഭാര്യ എന്നെ പറ്റിച്ചൊരു വളയും കൂടെ കൊണ്ടുപോയിട്ടുണ്ട്. അത് നാളെ തന്നെ എനിക്ക് കിട്ടി.